അമേരിക്കൻ പൗരത്വം ആഗ്രഹിക്കുന്ന അതിസമ്പന്നരെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ലക്ഷ്യമിട്ട് ഗോൾഡ് കാർഡ് വിസ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ ജോലി ലഭിക്കാനും സ്ഥിരതാമസമാക്കാനും ഈ കാർഡിലൂടെ അനുമതി ലഭിക്കുമത്രേ. നിലവിൽ US വ്യവസായ സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് EB-5 കാർഡ് ലഭിക്കണമെങ്കിൽ $1 മില്യൺ, അതായത് 7 കോടി രൂപയുടെ അടുത്താണ് ചിലവാകുക. ഇനി $5 മില്യൺ, അതായത് ഏകദേശം 43 കോടി രൂപയിലധികമാണ് ഇതിനു പകരം വരുന്ന ഗോൾഡ് കാർഡ് നേടാൻ US ഗവൺമെന്റിന് നൽകേണ്ടി വരുന്ന തുക. ഇതിലൂടെ US-ലേക്ക് കൂടുതൽ പണം എത്തുമെന്നും രാജ്യത്തിന്റെ കടബാധ്യത കുറയ്ക്കാമെന്നുമാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്. ഇനി ഈ മാറ്റം ഇന്ത്യൻ ഇക്കോണമിയെ ബാധിക്കുമോ? ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സമ്പന്നർ ഗോൾഡ് കാർഡ് തിരഞ്ഞെടുത്താൽ ആ പണം ഒഴുകുക US-ലേക്ക് ആയിരിക്കുമല്ലോ. സ്വാഭാവികമായും ഇന്ത്യൻ ഇക്കോണമിയെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെയും ഒക്കെ ഇത് ബാധിക്കാം. എന്നാൽ 43 കോടിയിലധികം ചിലവാക്കാൻ കഴിയുന്ന സൂപ്പർ റിച്ച് ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഭൂരിപക്ഷം നിക്ഷേപകരും ഈ പ്രോഗ്രാം കൊണ്ട് പ്രയോജനമൊന്നും ലഭിക്കാനില്ല. മാത്രമല്ല ഇത്രയും വലിയ തുക മുടക്കുന്നതിനു പകരം ഇൻവെസ്റ്റേഴ്സിന് ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ നിക്ഷേപങ്ങൾ മാറ്റാനും സാധ്യതയുണ്ട്. $5 മില്യൺ ചിലവാക്കാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ ട്രംപിന്റെ ഗോൾഡ് കാർഡ് വാങ്ങുമോ അതോ മറ്റു രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? ലെറ്റ് us know in the comments.